സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ളവർക്കെതിരെയാണ് നടപടി. അനധികൃതമായി ഇവർ കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചു പിടിക്കാനും ഉത്തരവായിരിക്കുന്നു. ഷീജ തിരുവനന്തപുരത്ത് ചേർന്നു വിശദാംശങ്ങളുമായി. ഷീജ, ഈ തട്ടിപ്പ് കണ്ടെത്തിയ അന്ന് തന്നെ കൃത്യമായ നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായ നടപടികളിലേക്ക് കടക്കുന്നു. പലിശ സഹിതം ഇവർ തട്ടിയെടുത്ത തുക ഇവരിൽ നിന്ന് ഈടാക്കുമെന്നും പറഞ്ഞിരുന്നു. ആ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും വിനിഷ, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് ഈ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടായത്. കാരണം ആ രീതിയിൽ പെൻഷൻ തട്ടിയെടുക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയതും. തുടർന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം പ്രത്യേക യോഗം വിളിച്ച് അതാത് വകുപ്പ് മന്ത്രിമാർക്ക് തന്നെ വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. ഓരോ വകുപ്പിലും പ്രത്യേകമായിട്ടുള്ള പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നും 18% തുക തിരിച്ചു പിടിക്കണം എന്നുള്ള ഉത്തരവും വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഓരോ വകുപ്പിലും ഇതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ്. വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തി വകുപ്പ് തല നടപടി ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു, ഒരു ഭാഗത്ത് അവർ അനധികൃതമായി കൈപ്പറ്റിയ തുക അത് തിരികെ ഈടാക്കുന്നതിനുള്ള നടപടി. ആ രീതിയിലാണ് ഓരോ വകുപ്പും ഈ രീതിയിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നുള്ള തുക ഈടാക്കുന്നതും. അവർക്കെതിരെയുള്ള, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. അത് മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നാണ് ഈ ആദ്യ നടപടി, പെൻഷൻ തട്ടിപ്പിലെ ആദ്യ നടപടി വന്നിരിക്കുന്നത്. വിനിഷ. ഷീജ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് കണ്ടെത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആദ്യ പടി എന്നോണം ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പിലാണ് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. തീർച്ചയായും വിനിഷ, 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളത് ധനവകുപ്പിന്റെ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കണ്ടെത്തൽ ഉണ്ടായപ്പോൾ തന്നെ ധനവകുപ്പ് ശുപാർശ നൽകിയിരുന്നത് ഇത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് നടത്തി പെൻഷൻ കൈപ്പറ്റി കുറച്ചു നാളായി ആ രീതിയിൽ തന്നെ കൈപ്പറ്റി തുടർന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അതാത് വകുപ്പുകൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഓരോ വകുപ്പും കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി ഏതൊക്കെയാണോ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി, അതോടൊപ്പം തന്നെ കാരണം അവർ സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്, അപ്പോൾ അവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ അവരിൽ നിന്നും ഈ അനർഹമായി കൈപ്പറ്റിയ തുക, ആ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി അതും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതായാലും ആദ്യ നടപടിയായി മണ്ണ് സംരക്ഷണ വകുപ്പിലെ നടപടി വന്നിരിക്കുന്നത്. 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റു വകുപ്പുകളിലും സമാനമായിട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് മറ്റു വകുപ്പുകളും കടക്കുന്നതായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനിഷ, അതായത് ഷീജ, ഇപ്പോൾ നടപടിയെടുത്തവർക്കെതിരെ കൂടുതൽ നടപടികളും ഇനി ഉണ്ടാകും. അതുമാത്രമല്ല, കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനർഹരെന്ന് കണ്ടെത്തിയ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികളും കൂടുതൽ നിയമ നടപടികളും ഇനിയും ഉണ്ടാകും. വിനിഷ, ഏതായാലും ഈ 1458 ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി, സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നത് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വകുപ്പ് തല നടപടികൾ ഇവർക്കെതിരെയൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന്റെ ആദ്യപടിയായി 6 പേർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെയും ഓരോ വകുപ്പും ആയിരിക്കും അതിൽ
ബന്ധപ്പെട്ട തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടത്തി അതിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാ സർക്കാർ ജീവനക്കാർക്കെതിരെയും ഈ 1458 പേർക്കെതിരെയും നടപടി വരും എന്നുള്ളതിൽ സംശയമില്ല. അത് പക്ഷേ പല വകുപ്പുകളിലായിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ പല വകുപ്പും ഓരോ വകുപ്പും ആ വകുപ്പിൻ്റെതായിട്ടുള്ള പരിശോധന കൂടി നടത്തി മാത്രമാകും ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കുക. അത് എല്ലാ വകുപ്പിലും അതിൻ്റെതായിട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, ഷീജയാണ് വിശദമായ സമഗ്ര വിശദാംശങ്ങൾ പങ്കുവച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ ആദ്യ ഘട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാർ നേരത്തെ തന്നെ ഇതിൽ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിരുന്നു. വകുപ്പ് തല നടപടിയും ഒപ്പം ഈ തട്ടിയെടുത്ത തുക പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്ന് തന്നെയായിരുന്നു നേരത്തെയും ധനവകുപ്പും സർക്കാരും ഒക്കെ വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി എന്ന നിലയ്ക്ക് ആദ്യപടി മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഷൻ. പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ളവർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 1458 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി ധനവകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഓരോ വകുപ്പിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ ധനവകുപ്പിലേക്ക് അറിയിക്കാൻ നേരത്തെ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതൽ പേരിലേക്ക് നടപടികൾ വരും. ഇപ്പോൾ ആദ്യഘട്ട നടപടി എന്ന നിലയ്ക്ക് മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.